ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക ആകെ വിഷമത്തോടു കൂടി മുകളിലേക്ക് പോവുകയാണ്. അത് സിദ്ധാർത്ഥ് മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ അമ്മയായിട്ടുള്ള ജാനകിയും. അതുമാത്രമല്ല, ചന്ദ്രിക പോയതിന് ശേഷം പിന്നാലെ തന്നെ എല്ലാവരെയും നോക്കി നോക്കി സിദ്ധാർത്ഥ് മുകളിലേക്ക് പോകുന്നുണ്ട്. അത് ജാനകി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജാനകിക്കും ആകെ ഒരു വല്ലായ്മ തോന്നുകയാണ്. സിദ്ധു ചെല്ലുന്ന സമയത്ത് ചന്ദ്രിക ആകെ വിഷമത്തോടെ ടെറസിൽ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു വന്നതൊന്നും ചന്ദ്രിക അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രികയെ എന്താ കേക്ക് പോലും കഴിക്കാതെ വന്നേ? അപ്പോൾ ചന്ദ്രിക ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മനസ്സ് ശരിയല്ല സർ, അതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നത്. സിദ്ധാർത്ഥ് ചന്ദ്രികയെ തന്നെ അല്പനേരം നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, ചന്ദ്രികയെ, ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞു. ഇപ്പോൾ നിന്റെ തീരുമാനം എന്താണെന്ന് നിനക്ക് മടിക്കാതെ പറയാം. ചന്ദ്രിക നിസ്സഹായയായിട്ട് സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവസാനം അവൾ പറയുന്നുണ്ട്, എന്നോട് സർ ക്ഷമിക്കണം. എനിക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതത്തെക്കാളും സാറിൻ്റെ ജീവിതത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. ചന്ദ്രികയുടെ ആ ഒരു മറുപടി കൂടി കേട്ടതോടെ സിദ്ധാർത്ഥ് ആകെ തളർന്നു പോവുകയാണ്. അപ്പോൾ സങ്കടത്തോടെ ചന്ദ്രികയും പറയുന്നുണ്ട്, സാറിനെ പോലെ ഒരാളെ വിവാഹം കഴിച്ച് സാറിനൊരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. എപ്പോഴത്തെയും പോലെ ഈ വീട്ടിലൊരു വേലക്കാരിയായി ഞാൻ ജീവിച്ചോളാം സർ. സാറിൻ്റെ വിദ്യാഭ്യാസത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ചേരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സന്തോഷമായി കഴിയണം. അവസാന വാക്ക് പറയുന്ന സമയത്ത് ചന്ദ്രികയുടെ കണ്ണ് ഇടറുന്നുണ്ടായിരുന്നു. അവൾ സങ്കടത്തോടെ സിദ്ധാർത്ഥിനോട് പറയാണ്, ഈ പാവപ്പെട്ട ചന്ദ്രികയെ സാറിന് വേണ്ട സർ. അതുകൂടെ കേട്ടതോടെ സിദ്ധു പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവസാന പ്രതീക്ഷയായിരുന്നു ചന്ദ്രിക ഇനിയെങ്കിലും സമ്മതം അറിയിക്കും, അല്ലെങ്കിൽ അവനെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. പക്ഷേ പൂർണ്ണമായും താൻ തോറ്റുപോയി എന്നുള്ളത് സിദ്ധുവിന് മനസ്സിലാവുകയാണ്. പിന്നീട് കൂടുതലായിട്ടൊന്നും പറയാതെ നിറഞ്ഞ കണ്ണുകളോടെ സിദ്ധാർത്ഥിനെ നോക്കിയിട്ട് ചന്ദ്രിക വേഗം അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് സിദ്ധു ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക എന്നെ സ്വീകരിക്കില്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ട് നാളെ തന്നെ അമേരിക്കയിലേക്ക് പോവാം. സിദ്ധാർത്ഥ് സങ്കടത്തോടെ ചിന്തിക്കുകയാണ്. അവന് വല്ലാതെ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നുകയാണ്. കാരണം താൻ എന്നേക്കുമായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് പോകുകയാണ് എന്നൊരു തോന്നലൊക്കെ സിദ്ധുവിന് വരുന്നുണ്ടായിരുന്നു. അതേസമയം താഴത്ത് ഇതൊന്നും അറിയാതെ എല്ലാവരും ആഹ്ലാദത്തിലാണ്. കേക്കൊക്കെ കഴിച്ച് കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജാനകി അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുമോളെ. അപ്പോൾ കുറച്ചൊരു വിഷമത്തോടു കൂടിയാണ് ജാനകി പറയുന്നത്, സിദ്ധാർത്ഥിന് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുപിടിക്കുന്ന പെൺകുട്ടികളെയെല്ലാം വേണ്ട എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ടതും എല്ലാവരുടെയും മുഖം വാടുകയാണ്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, ഇപ്പോഴാണെങ്കിൽ അമേരിക്കയിലേക്ക് പോകുവാന്നാണ് പറയുന്നത്. അവനിനി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് അവൻ്റെ കല്യാണം നടത്തുക? എല്ലാവരും ജാനകി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസുവും പറയുന്നുണ്ട്, സിദ്ധാർത്ഥിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആരതിയുടെ കല്യാണവും നടത്താലോ. അതുകൊണ്ടാണ് ആരതിയുടെ കല്യാണവും നീണ്ടുപോകുന്നത്. അപ്പോൾ മഹേന്ദ്രനാണ് പറയുന്നത്, സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവൻ കല്യാണം നീട്ടിവെക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഇല്ലാതിരിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അവൻ തന്നെ പറയട്ടെ. മഹേന്ദ്രൻ അത് പറഞ്ഞത് കേട്ടതും മുത്തശ്ശി ഒന്ന് ശ്വസിക്കുകയാണ്. അതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം എന്നൊരു മട്ടിൽ. അപ്പോൾ മഹേന്ദ്രൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ ആരതിയുടെ വിവാഹം നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു നല്ല കുടുംബം നോക്കി അവളുടെ വിവാഹം നടത്തുന്നതാ നല്ലത്. സിദ്ധാർത്ഥിന് എപ്പോഴാണോ വിവാഹത്തിന് താല്പര്യമുള്ളത് അപ്പോൾ നടത്താം. അവൻ എങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ ആലോചിക്കാം. അത് കേട്ടപ്പോൾ ജാനകിയുടെ മുഖം ആകെ ഡെസ്പാവുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ട്, അതേ ജാനകി, സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് ഇവളെ വേണം നീ വിവാഹം കഴിക്കാൻ എന്ന് പറയാൻ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പക്ഷെ അതൊക്കെ കേൾക്കുന്തോറും ജാനകിക്കാകെ ടെൻഷൻ ആവുകയാണ്. പക്ഷെ മേഘയ്ക്ക് എവിടെയൊക്കെ ഒരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനും സ്വന്തമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതുപോലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുത്താൽ അവനും അത് സന്തോഷമായിരിക്കും. അത് കേട്ട സമയത്ത് ജാനകിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവുകയാണ്. കാരണം സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ചന്ദ്രികയാണല്ലോ. മേഘയ്ക്കും അത് അറിയാവുന്നത് കൊണ്ട് തന്നെ മേഘയുടെ മുത്തശ്ശിയുടെ ഒക്കെ മുഖത്താകെ ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ മുത്തശ്ശൻ പറയുന്നതിനെ അംഗീകരിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവർക്കുള്ള ചായയായിട്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മഹേന്ദ്രൻ അച്ഛനോട് പറയുന്നത്, അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞതാണ് ശരി. സിദ്ധാർത്ഥ് എങ്ങനെയുള്ള പെൺകുട്ടിയാണോ സ്നേഹിക്കുന്നത് അത് മനസ്സിലാക്കി അവൻ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അതുകൂടെ കേട്ടതോടെ ജാനകി വല്ലാതെ പരിഭ്രാന്തിയായി. ഒന്നാമത് ചന്ദ്രിക അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജാനകി ചിന്തിക്കുന്നുണ്ട്, അയ്യോ, സിദ്ധാർത്ഥ് ചന്ദ്രികയാണ് സ്നേഹിക്കുന്നതെന്നറിഞ്ഞ ചേട്ടൻ പിടിച്ച് ചന്ദ്രികയെ കൊണ്ട് സിദ്ധാർത്ഥിനെ വിവാഹം കഴിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. സിദ്ധാർത്ഥ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന വിവരം
ഒരിക്കലും ചേട്ടൻ അറിയാൻ പാടില്ല. ജാനകി മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ആ സമയത്ത് എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ട് ജാനകിക്ക് നേരെ ചന്ദ്രിക വന്നിട്ടുണ്ടായിരുന്നു. ജാനകിക്ക് ചന്ദ്രികയെ കണ്ടത് വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ചു നേരം ആ ഒരു ദേഷ്യത്തോടെ ചന്ദ്രികയെ നോക്കിയിട്ടാണ് ചായയുടെ കപ്പ് എടുക്കുന്നത്. മാത്രമല്ല ചന്ദ്രിക കേൾക്കാൻ വേണ്ടിയായിട്ട് ജാനകി പറയുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാ ചേട്ടാ ശരിയാവുന്നത്? നമ്മുടെ കുടുംബത്തിനൊരു സ്റ്റാറ്റസ് ഇല്ലേ? സിദ്ധാർത്ഥ് ചെറിയ പയ്യനാ. അത് കഴിഞ്ഞ് ചന്ദ്രികയെ വെറുപ്പോടെ നോക്കിയിട്ട് ജാനകി പറയുന്നുണ്ട്, നമ്മുടെ സ്റ്റാറ്റസിനും അന്തസ്സിനും ചേരാത്തൊരു പെൺകുട്ടിയെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? അത് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ജാനകി മാഡം പറഞ്ഞതെന്ന് ചന്ദ്രികയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയാണ് ജാനകി ഉദ്ദേശിച്ചതെന്നുള്ളത് മേഘയ്ക്കും മുത്തശ്ശിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും ആ ഒരു പുച്ഛം ഉണ്ടായിരുന്നു ചന്ദ്രികയ്ക്ക് നേരെ. പക്ഷേ ബാക്കി കൂടി നിന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ചന്ദ്രികയാണ് ജാനകി ഉദ്ദേശിച്ചതെന്നുള്ളത്. ജാനകി വെറുപ്പോടെ ചന്ദ്രികയെ നോക്കുന്ന സമയത്ത് ചന്ദ്രിക വേഗം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ജാനകി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നമ്മളല്ലേ സിദ്ധാർത്ഥിനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കേണ്ടത്. അപ്പോൾ മുത്തശ്ശനും പറയുകയാണ്, ജാനകി പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ ആദ്യം സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ജാനകിയെയും മേഘയെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു. കാരണം സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ചന്ദ്രിക എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ സമയത്താണ് തകർന്നടിഞ്ഞ മനസ്സുമായിട്ട് സിദ്ധാർത്ഥ് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. സിദ്ധാർത്ഥ് വന്നപ്പോൾ തന്നെ കാണുന്നത് അടുക്കളയിലേക്ക് പോകുന്ന ചന്ദ്രികയാണ്. അവർ രണ്ടുപേരും കുറച്ചു നേരം പരസ്പരം മിഴികൾ നോക്കി നിന്നു. അതിനുശേഷം മുത്തശ്ശനും അമ്മയൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് സിദ്ധാർത്ഥ് പോവുകയാണ് തകർന്ന മനസ്സുമായിട്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, വാ മോനെ സിദ്ധു, നിന്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥ് തിരിച്ചു പറയുകയാണ്, മുത്തശ്ശ, നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് കേട്ടതും മേഘയും അതുപോലെ തന്നെ ജാനകിയും ആകെ ടെൻഷൻ ആവുകയാണ്. ചന്ദ്രികയെക്കുറിച്ചായിരിക്കും സിദ്ധു പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് മോനെ? അപ്പോൾ വല്ലാത്ത സങ്കടത്തോടെയാണ് സിദ്ധാർത്ഥ് പറയുന്നത്, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം കൺഫേം ആയി കഴിഞ്ഞു. ചന്ദ്രിക അടക്കം എല്ലാവരുടെ മുഖത്തും ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ജാനകി ആകെ നിരാശയോടുകൂടി അച്ഛനെയും ഏട്ടനെയൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, നാളെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഒരു 6 മണിയാകുമ്പോഴേക്കെങ്കിലും എനിക്ക് എയർപോർട്ടിലെത്തണം. എല്ലാവരും സങ്കടത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, അതിരിക്കട്ടെ, അമേരിക്കയിലേക്ക് പോയിട്ട് എപ്പോഴാണ് നീ തിരിച്ചു വരിക? അപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലാണ് സിദ്ധാർത്ഥ് സംസാരിക്കുന്നത്. അതെനിക്കറിയില്ല, അവിടെ എത്തിയിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ, നിനക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്. നിന്റെ കല്യാണം എപ്പോൾ നടത്തുമെന്നുള്ള ടെൻഷനിലാണ് നിന്റെ അമ്മ. പക്ഷേ അതൊന്നും സിദ്ധാർത്ഥിനെ തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, നീ ആണെങ്കിൽ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരികെ വരിക എന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു. പോട്ടെ, പിന്നെ എപ്പോഴാണ് നിന്റെ കല്യാണം നടത്തുക? ജാനകിയും നിരാശയോടെ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഇപ്പോൾ ഞാൻ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം പറയാം. അതുവരെ എന്നെ വെറുതെ വിടണം. അത് കേട്ടതും മുത്തശ്ശിയും മേഘയും ഒന്ന് പരസ്പരം ചിരിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല മുത്തശ്ശൻ സിദ്ധുവിനെ ഉപദേശിക്കുകയാണ്, നിനക്ക് പ്രായമായാൽ പിന്നെ ആരും പെണ്ണ് തരില്ല മോനെ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇത് ആർക്കും ഒരു നേട്ടം ഉണ്ടാക്കില്ല. പക്ഷേ സിദ്ധാർത്ഥിന് അതൊന്നും ശ്രദ്ധിക്കാൻ പോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ വീണ്ടും അവനോട് പറയുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് 1 വർഷം സമയം തരും. ആ 1 വർഷത്തിനടുക്ക് നീ അമേരിക്കയിലേക്ക് പോവുകയോ ലോകത്തിലെവിടെ വേണമെങ്കിലും പോയിക്കോ. പക്ഷേ കൃത്യം അടുത്ത വർഷം നിന്റെ കല്യാണമാ. നിന്റെ കല്യാണം കഴിഞ്ഞേ ഞാൻ കണ്ണടക്കൂ. അയാൾ സിദ്ധാർത്ഥിനോട് പറയുന്ന സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മി അത് ശരിവെക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മുത്തശ്ശൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നിനക്ക് സമ്മതല്ലേ? അടുത്ത വർഷം തീർച്ചയായും നമ്മൾ സിദ്ധാർത്ഥിൻ്റെ വിവാഹം നടത്തിയിരിക്കും. അതിനു മുമ്പ് നമുക്ക് ആരതിക്കൊരു നല്ല പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്താം. സങ്കടത്തോടെയാണെങ്കിലും ജാനകി അത് സമ്മതിക്കുകയാണ്. അപ്പോഴാണ് മേഘയ്ക്കും ചെറുതായിട്ടൊരു സമാധാനമായത്. അങ്ങനെ മനസ്സോടെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ അടുക്കളയുടെ ആ ഭാഗത്തെത്തുന്ന സമയത്ത് അവൻ ചന്ദ്രികയെ സങ്കടത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ജാനകി മാത്രം അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. സിദ്ധാർത്ഥ് നിരാശയോടുകൂടി ചന്ദ്രികയെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെയാണ് മഹേന്ദ്രൻ്റെ അവസ്ഥയും. മഹേന്ദ്രനും ആകെ ഡെസ്പായി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ. ഏട്ടാ, എന്താ വല്ലാതിരിക്കുന്നത്? ശരീരത്തിന് സുഖമില്ലേ? ലക്ഷ്മി മഹേന്ദ്രനോട് ചോദിക്കുകയാണ്. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിനെന്തോ ഒരു വല്ലാത്ത പ്രയാസം. സിദ്ധാർത്ഥില്ലാതെ കമ്പനിയുടെ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കുമെന്ന് അറിയില്ല. അവൻ ഇത്രയും നാൾ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നോക്കി. സിദ്ധാർത്ഥിനെ പോലെ മേഘയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു മനപ്രയാസമുണ്ട് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. ഏട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ചന്ദ്രികയുണ്ടല്ലോ, അവൾ ഏട്ടനെ സഹായിക്കില്ലേ? അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രിക ഒരു പാവാ.
അവളിപ്പോൾ കമ്പനിയിൽ ചേർന്നതല്ലേ ഉള്ളൂ. അവൾക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഒരുപാട് കാലതാമസം എടുക്കും ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടൻ അവൾക്ക് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്ക്. ഇപ്പോഴല്ലെങ്കിലും എപ്പോഴായാലും അവളല്ലേ ഇതൊക്കെ നോക്കി നടത്തേണ്ടത്. ഇപ്പം മുതലേ എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ചായിട്ട് പഠിക്കേണ്ടതല്ലേ. അത് കേട്ടപ്പോൾ മഹേന്ദ്രനും തോന്നുന്നുണ്ട് അത് ശരിയാണെന്ന്. മാത്രമല്ല അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, ശരി ലക്ഷ്മി, സിദ്ധാർത്ഥ് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ അടുത്തതായിട്ട് എൻ്റെ സ്ഥാനത്തേക്ക് ചന്ദ്രികയെ കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം ഞാൻ നടത്താം. അത് കേട്ടപ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു സമാധാനമായത്. മാത്രമല്ല മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ചന്ദ്രിക അവർക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇരുന്ന സമയത്ത് ലക്ഷ്മി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക നീ ഒരുക്ക് കഴിക്കാം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, വേണ്ട അമ്മേ, എനിക്ക് കഴിക്കാനായിട്ടില്ല, ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും അവൾ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ ചന്ദ്രികയുടെ മുഖം ആകെ സങ്കടത്തിലാണുള്ളത്. ലക്ഷ്മി അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ചന്ദ്രികയെ ശ്രദ്ധിച്ചതിന് ശേഷം ലക്ഷ്മി ആ കാര്യം അവളോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രികയെ എന്താ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നേ? അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് തന്നെ പറയുകയാണ്, ഏയ് ഒന്നുമില്ല അമ്മേ. അല്ലല്ലോ, ഞാനും 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ, എന്തോ പ്രശ്നമുണ്ടല്ലോ, നിനക്കെന്തെങ്കിലും വയ്യായ്കയുണ്ടോ? അപ്പോൾ ചന്ദ്രിക ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ നന്നായിട്ടാണ് ഇരിക്കുന്നേ. ആ സമയത്ത് മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ സിദ്ധാർത്ഥ് മുറിയിലുണ്ടാവും, അവനോടൊന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ശരി സർ. ചന്ദ്രിക സിദ്ധാർത്ഥിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവൻ്റെ മുറിയിലുണ്ടായിരുന്നത്. ഒരുപാട് സമയം നിശബ്ദമായിട്ടിരുന്നതിന് ശേഷം തൻ്റെ മുറിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മലറിന് മൊമെൻറ്റോ കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ, ഫ്രെയിം ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ എടുത്തിട്ട് സിദ്ധു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മുറിയുടെ വാതിൽ പകുതിയാണ് ചാരിയിട്ടുണ്ടായിരുന്നത്. ചന്ദ്രിക കുറച്ചു നേരം സിദ്ധാർത്ഥിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രികയുടെ കൈ തട്ടിയപ്പോൾ വാതിലൊന്നുകൂടെ നീങ്ങുകയാണ്. ആ ശബ്ദം കേട്ടിട്ടാണ് സിദ്ധു അങ്ങോട്ടേക്ക് നോക്കുന്നത്. ചന്ദ്രികയെ കണ്ടതും സിദ്ധാർത്ഥ അതിശയത്തോടു കൂടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രികയുടെ മനസ്സ് മാറിയോ, അവളെ ഇനി എന്തെങ്കിലും പറയോ എന്നറിയാനൊക്കെ വേണ്ടി. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രികയെ എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല. മലരിനെയും നിന്നെയും എങ്ങനെ പിരിഞ്ഞിരിക്കുമെന്നറിയില്ല. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രികയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അവളും നിസ്സഹായായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം നിറഞ്ഞ കണ്ണുകളോടെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.